ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ലഞ്ച് ഉണ്ടാക്കാൻ വന്നതാ. ഇന്നത്തത് ലഞ്ചാണ്. 11:30 കഴിഞ്ഞു. അപ്പം ലഞ്ച് ആക്കണം, ചോറ് വെക്കണം, കറി വെക്കണം, എല്ലാം വെക്കണം. അപ്പം ഇന്നുള്ളത് കക്കായ കേട്ടോ. കക്ക അറിയോ? കൊല്ലത്തത് കക്കായാണ്. ഐസ് പോയില്ല, പക്ഷെ ഇതിൻ്റെ അരപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ഐസ് പോകും. അപ്പോൾ ആദ്യമേ ചോറ് വെക്കാനുള്ള വെള്ളം നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പം ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ഞാൻ വോയിസ് ഓവർ അപ്പം എന്നെ അറിയാവുന്ന കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി, അതായത് ഞാൻ സംസാരിക്കുന്ന പോലെ അല്ലാതെ ഭയങ്കര ഫോർമലിയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് വീഡിയോയിൽ. ശരിക്കും സത്യം കേട്ടോ, ഞാൻ ഭയങ്കര ഫോർമലി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം ഒരു അഭിപ്രായം വന്നതാ, കമൻ്റ് ഒന്നും അല്ല, എന്നോട് പേഴ്സണലി പറഞ്ഞതാ. കമൻറ്റ് വരാനും വേണ്ടി ഒന്നും ആയില്ല, 500 സംതിങ് അല്ലേ ആയുള്ളൂ. വളരും എന്ന് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ എന്നോട് പേഴ്സണലി പറഞ്ഞ കാര്യമാണ്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ വീഡിയോയിലും ആയിരിക്കാൻ ശ്രമിക്കാൻ കുറേ പേര് പറഞ്ഞു. പിന്നെ പേഴ്സണലി കുറേ പേര് എൻ്റെ അടുക്കള ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ശരിക്കും ഇത് പഴയൊരു വീടാട്ടോ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. നല്ല ഒരുപാട്, ഏകദേശം ഒരു 75 വർഷത്തോളം പഴക്കം ഉണ്ടാവും, അത്രയും ഉണ്ടാവും. അപ്പോൾ അത്രയും പഴയൊരു വീടാണ്. ഇപ്പം ഇവിടുത്തെ ഓണർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വീട്. അപ്പം അതിൻ്റേതായൊരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു രീതി കുറേ നമുക്ക് എന്താ പറയുക, ഡ്രോബാക്സും ഉണ്ടില്ലെന്നല്ല, പക്ഷെ നല്ലയാവില്ല. നല്ല ഒരു എന്താ പറയുക, എനിക്കിഷ്ടമാണ് ഈ വീട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടമാണ് ഈ വീട്. അപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫ്ലോ കിട്ടാത്തത് ഇത്രയും നാളായല്ലോ. മൂന്നാമത്തെ വർഷം ഞാൻ ഈ ചാനലും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത് പോകാത്തതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ഇനിയെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബിക്കോസ് വീഡിയോ എടുക്കാനും ഇടാനും എഡിറ്റിങ്ങും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്നാൽ പിന്നെ ആയിക്കോട്ടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ചാനൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ക്രാഫ്റ്റിംഗ് ആണ് എനിക്കിഷ്ടം ഏറ്റവും കൂടുതൽ. അറിയാം, നിങ്ങൾ പഴയ വീഡിയോസ് എടുത്ത് നോക്കി അറിയാം, എനിക്ക് കൂടുതലും ക്രാഫ്റ്റ് വീഡിയോസും പിന്നെ എൻ്റെ റെസിൻ്റെതും അതുപോലെ മറ്റേ നമ്മുടെ കമ്മലിൻ്റെ ആയിരുന്നല്ലോ, എൻ്റെ ഷോപ്പിൻ്റെ ഇത് വെച്ചിട്ടാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് പതുക്കെ അത് അങ്ങോട്ട് ഡെയിലി വ്ളോഗിലോട്ട് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിലോട്ടായതാണ്. അപ്പം ഇപ്പം യൂട്യൂബിൽ ഒരുപാട് പേരെ കണ്ട് വന്നപ്പോഴത്തേക്ക് അതും കൊള്ളാം, ഒരു ഹോം മേക്കിംഗ് നല്ലുണ്ട്, കളയ്ക്കുന്നവള് ഹോം മേക്കിംഗ് നല്ലുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ശരി ആയിക്കോട്ടെ അങ്ങനെ തന്നെ പോകാം. പിന്നെ പേഴ്സണലി പറയാൻ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നതും ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം. പിന്നെന്താ, ചോറും കറിയും വെക്കാൻ ഇവിടെ ഇരുന്ന കാര്യം പറഞ്ഞിട്ട് ഇതാ കുഴപ്പം. കാര്യം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ബ്ലാ 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 ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഇത് വെള്ളം ഒഴിച്ച് വെച്ചു. ബാക്കി ഇനി പയറ് നമുക്ക് വേവിക്കാം. ഞാൻ മനസ്സിലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയ വരുമെന്ന്. അല്ല, ഇത് അങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് അപ്പം ഒറ്റയ്ക്ക് നിന്ന് ക്യാമറയോട് സംസാരിക്കാനായിട്ടൊരു മ്ലാനത. അതുകൊണ്ടാണ് പിന്നെ അതുപോലെ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലുമോളെ രാവിലെ പപ്പ സ്കൂളിൽ കൊണ്ടുവന്നാക്കി. പിന്നെ അത് കഴിഞ്ഞ് മമ്മി ഉണ്ടായിരുന്നു രാവിലെ. അപ്പം മമ്മി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല. മമ്മിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഇന്ന് രാവിലെ പുട്ടായിരുന്നു. അങ്ങനെ കൊണ്ടാക്കിയിട്ട് വന്ന് പപ്പ ഫുഡ് ഇവിടുന്ന് കൊണ്ടുപോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്താ പറയുക, ഇങ്ങനെയൊക്കെ തന്നെ ജീവിതം പോകുന്നത് മുമ്പോട്ട്. പയറ് തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അങ്ങനെ കുറച്ച് പയറൊക്കെ എടുത്തു, അതൊക്കെ വെച്ച് എന്താ പറയുക. അപ്പം യൂഷ്വലി ഞാൻ പറഞ്ഞല്ലോ, മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കുക്കിംഗ് പരിപാടി മമ്മിയൊക്കെ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതില്ല കേട്ടോ. ഈവൻ എനിക്കൊരു ഓർഡറില്ല, എന്താ ആദ്യം എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കൊരു ഓർഡറില്ല. അപ്പം ഇത് സോയാബീൻസ് അല്ല, സോയാ ചങ്ക്സ് ആണ്. പക്ഷേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഡൗട്ടാക്കിയായിരുന്നു ഉണ്ടാക്കുന്നത്. ഇത് വേസ്റ്റ് ആവുമോ. ഇത് എനിക്ക് സ്കൂളിലൊരു ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ്. നമ്മൾ ഷെയർ ചെയ്തല്ലേ ലഞ്ചൊക്കെ കഴിക്കുന്നത്.
അപ്പം കണ്ടതാണ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യത്തില്ല, മീൻ പൊരിക്കുന്ന കണക്ക് പുള്ളിക്കാരി ഇതിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ട് വന്നു. നമ്മുടെ എല്ലാ സാധാ നോർമൽ അരപ്പൊക്കെ ഇല്ലേ, ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് യൂഷ്വലി മീൻ പൊരിക്കുന്ന പോലെ തന്നെ കൊണ്ടുവന്നു. അതിൻ്റെ ഇടയ്ക്ക് അരി തിളച്ച് പോയി കേട്ടോ, അതാണ് ഞാൻ അങ്ങോട്ട് ഓടിയത്. അപ്പോൾ അതുപോലെ കൊണ്ടുവന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്ത് നമ്മളുണ്ടാക്കുന്നതും ഇപ്പോൾ നിലവിൽ എന്തുണ്ടാക്കുന്നത് അത് അല്ലു കഴിക്കണമല്ലോ എന്നോർത്തിട്ടായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. എന്തായാലും ശരി, കുറച്ചെടുത്ത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സാധനം പൊരിക്കാൻ എടുക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് റെസിപ്പി പറയാനൊന്നുമില്ല. അതൊന്ന് ചൂടുവെള്ളത്തിൽ, ഞാനത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിട്ട് തിളപ്പിച്ചു കേട്ടോ. പക്ഷെ തിളപ്പിക്കണ്ടായിരുന്നു, അത് മമ്മിയാണ് വന്നിട്ട് പറഞ്ഞത് തിളപ്പിക്കണ്ട, ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് എടുക്കത്തതേ ഉള്ളൂ എന്ന്. ഞാനത് തിളപ്പിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് അങ്ങോട്ട് ഈ ഉപ്പ് ഇത് മസാല പുരട്ടാൻ പറ്റുന്നില്ലായിരുന്നു, അതങ്ങ് പൊടിഞ്ഞു പോകുമായിരുന്നു. എന്നാലും ഒരുവിധം ഞാനത് പുരട്ടി വെച്ചു. അതിനകത്ത് നോർമലായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഞാൻ പിന്നെ മറ്റേ ചിക്കൻ ഫ്രൈയുടെ ഒരു മസാല ഉണ്ടല്ലോ, അതും കൂടെ ഒരു ഇച്ചിരി ഇടും, അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് അപ്പം ഞാനിത് ബീഫ് പൊരിച്ചതാണെന്ന് പറഞ്ഞ് അല്ലുവിന് കൊടുക്കാം എന്ന് പ്ലാൻ ചെയ്ത് ഞാൻ ഇരിക്കുക വരുമ്പം. ഇല്ലെന്നുണ്ടെങ്കിൽ കഴിക്കത്തില്ല, അയ്യേ എന്നൊക്കെ പറഞ്ഞു കളയും. ഇത് തേങ്ങ പൊട്ടിക്കുന്ന സാധനം ഞാൻ എവിടെ മരുന്ന് മേടിച്ചത്, മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. വലിയ വിലയൊന്നുമില്ല കേട്ടോ, 160 സംതിങ്ങേ ഉള്ളൂ. ലിങ്ക് വേണമെങ്കിൽ പറയണേ, ആരെങ്കിലുമൊക്കെ പറയണം കേട്ടോ ലിങ്കൊക്കെ വേണമെങ്കിൽ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഈ അടുക്കളയിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ഫ്ലിപ്കാർട്ടും മീഷോയുമാണ്. ആമസോൺ എനിക്ക് വലിയ പിടുത്തമല്ല, എനിക്കിഷ്ടമല്ല ആമസോൺ. അപ്പോൾ എന്താ പറഞ്ഞു ഇത് എവിടെയോ തുടങ്ങി എന്തൊക്കെയോ പോയി. പിന്നെ അപ്പോൾ അതങ്ങനെ അതിനകത്ത് ബേസിക്കായിട്ടുള്ള മസാലയൊക്കെ ഇട്ട് പൊരിക്കാനുള്ളതാണ്, അത് മാറ്റി വെച്ചു. അപ്പോൾ വൈകിട്ട് അല്ലു വന്നപ്പോഴത്തേക്ക് ഞാനിത് ബീഫാണെന്നും പറഞ്ഞ് അപ്പം വരും അടുക്കളയിലോട്ട് എന്താ ഇന്ന് ഫുഡ് എന്നുള്ളത് നോക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ പിന്നെ ബീഫാന്ന് പറഞ്ഞ് ഇതെടുത്ത് വായി വെച്ചപ്പോഴേ പറഞ്ഞു ഇത് ബീഫല്ലല്ലോ, ഇത് എൻ്റെ ക്ലാസ്സിൽ ഐതിക കൊണ്ടുവരുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ദൈവമേ, എനിക്കത് കേട്ടത് ഇതുപോലെ സന്തോഷമുള്ള കാര്യം വേറെ ഒന്നുമില്ല. അവനിവരെ പറക്കി തിന്നുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഇത് സക്സസ്ഫുള്ളി നേരത്തെ ചെയ്യേണ്ടായിരുന്നു. ശരിക്കും മേടിച്ച് വെച്ചിട്ട് തന്നെ 2 ആഴ്ച കൂടുതലായി ഈ സോയ ചങ്ക്സ്. കഴിക്കത്തില്ല എന്ന് ഓർത്ത് ഞാനത് ചെയ്യാണ്ടിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പരിപാടിയും നടക്കുന്നുണ്ട് കേട്ടോ, കഥ കേൾക്കുന്നുണ്ടെങ്കിൽ, കഥ പറയുന്നുണ്ടെങ്കിലും. അങ്ങനെ അരി കുറച്ചൊന്ന് തിളപ്പിച്ച് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഇപ്പോൾ അടുത്തത് ഇത് പൊരിക്കാൻ. അപ്പോൾ ഇത് അരപ്പ് പുരട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇത് ഫ്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പയർ അപ്പുറത്തിരുന്ന് വേവുന്നുണ്ട്, പക്ഷേ പയർ തോരനാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങ് ഓഫായി പോയി കേട്ടോ. അപ്പം അതിൽ സാരമില്ല. ശരിക്കും പറഞ്ഞാൽ പയർ തോരൻ വെക്കാൻ ഉദ്ദേശിച്ചിട്ട് അത് അവസാനം മെഴുക്കുവരട്ടി ആകുകയാണ് ചെയ്തത്. സാരമില്ല എന്തായാലും. അങ്ങനെ ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ടിടും കേട്ടോ. അപ്പം നല്ല ഇത് വെന്ത സാധനമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ല നമ്മുടെ ഹൈ ഫ്ലെയിമിലിട്ട് മൊരിയിച്ചെടുത്താൽ മാത്രം മതി. പക്ഷേ എനിക്ക് ധൃതി കൂടിപ്പോയേണ്ടെന്നറിയത്തുള്ളത്, അതോ ഇനി അതങ്ങനെ ആണോ എന്നും എനിക്കറിയത്തില്ല. എൻ്റേത് ഭയങ്കര സോഗി ആയിട്ട് ഇങ്ങനെ ഇരുന്നത്, ഇങ്ങനെ ഞെങ്ങി തന്നെ ഇരുന്നത്. എടുത്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നതാണ്. അപ്പം പിന്നെ അതിനി അടുത്ത പ്രാവശ്യം അതിന് ചിലപ്പോൾ കോൺഫ്ലവറൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അത് മൊത്തം ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഉണ്ടാക്കുമ്പോഴെല്ലാം ദൈവമേ ഇത് ഇത്രയും വേസ്റ്റായി പോവോ, വെറുതെ ആവുമോ ഇത് ഉണ്ടാക്കുന്നത്, നല്ല ടെൻഷനോടെ ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ലഞ്ച്. അപ്പോൾ പയർ തോരൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതും ആക്കിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിത് കടുക് വറുത്തില്ല, അതും ഉണ്ടായിരുന്നു. അപ്പം ഇനി അടുത്തത് തേങ്ങക്കറി വെക്കണമായിരുന്നു. പക്ഷെ ഇത് കൂടുതൽ ടേസ്റ്റ് ആവുന്നത് മുരിങ്ങയ്ക്കയും ഒക്കെ ഇട്ട് വെക്കുമ്പോഴാണ്. ഇത് മുരിങ്ങയ്ക്കയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അറിയാമല്ലോ ഇവിടെ അല്ലുവിന് യെല്ലോ കറിയേ പറ്റൂ, അല്ലാതെ നമ്മുടെ മുളകരച്ച് വെക്കുന്ന കറിയൊന്നും പറ്റില്ല. റെഡ് കറി ഇവിടെ പറ്റത്തില്ല. അപ്പം തേങ്ങ ഇട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളവും പിന്നെ മസാലകളെല്ലാം അതിനകത്തിട്ടു. 2 സവാളയും 1 തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും അതിനകത്തിടുന്നത്. വെളുത്തുള്ളി ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ എപ്പോഴും. അതിൻ്റെയും വീഡിയോ എടുക്കണമെന്നുണ്ട് എനിക്ക്. അതായത് വെളുത്തുള്ളി ഞാനത് പേസ്റ്റാക്കിയും വെക്കാറുണ്ട്, അതല്ലാതെ അതിൻ്റെ ഓരോരോ അല്ലിയായിട്ട് വെക്കാറുണ്ട്. അല്ലിയുള്ളത് ഫ്രീസറിലാണ് ഞാനത് സൂക്ഷിക്കുന്നത്. അത് ഞാൻ വീഡിയോ ചെയ്യാം. നല്ല കേട്ടോ, എളുപ്പമാണ് അതൊക്കെ ചെയ്യാനായിട്ട്. എളുപ്പം മീൻസ് ഇങ്ങനെ നമ്മൾ കിച്ചണിൽ പെരുമാറുമ്പോഴത്തേക്ക് ഇത് പൊളിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അങ്ങനെ അത് അങ്ങോട്ട് ഇട്ട് അതിനകത്ത് 2-3 കുടംപുളി ഇട്ടു. മാങ്ങയൊന്നും ഇല്ലല്ലോ പുളിക്ക് വേണ്ടിയിട്ട്, ഒരു തക്കാളിയല്ലേ ഇട്ടുള്ളൂ. പിന്നെ അത് നല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കക്ക അതിനകത്തോട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കടുക് വറുക്കുന്നത്. നമ്മുടെ എന്തുവായിരുന്നു ആ സാധനം അത് ബാക്കിയിരിക്കുന്നത്, പയർ തോരൻ. അപ്പോൾ ആ പയർ തോരന് വേണ്ടിയിട്ട് കടുക് വറുത്തതാണ്.
5-6 ഉള്ളി. ഇത് വെന്ത ഉടനെ നമ്മൾ ആ സോയ വറുത്തില്ലേ, ആ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ ആ പയർ തട്ടിയിട്ട് തേങ്ങയും മഞ്ഞളും ഇട്ട് മാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് ആ വെള്ളം പറ്റിച്ച് വെച്ചിരിക്കുന്നതാണ് അത്. അപ്പോൾ അതിനകത്തോട്ട് വേറെ ഒന്നും ചെയ്തില്ലായിരുന്നല്ലോ. അപ്പോൾ 2-3 വറ്റൽമുളകും കുറച്ച് ഒരു 7-8 കൊച്ചുള്ളിയും കരിവേപ്പിലയും ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തിങ്ങെടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച്. ചോറായില്ലായിരുന്നു കേട്ടോ, കാര്യം 11:30 ഇട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അടുപ്പിലല്ലല്ലോ, ഞാൻ ഗ്യാസിലിട്ടല്ലേ വെക്കുന്നത്. വിറകൊക്കെ കഴിഞ്ഞു, അപ്പോൾ അതെല്ലാം ഇനി വാങ്ങണം. അപ്പോൾ ഗ്യാസിലായതുകൊണ്ട് ഗ്യാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തിളപ്പിച്ച് വെക്കാൻ എനിക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ പതുക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി. അപ്പം പണി അങ്ങ് തീരും വേഗം. അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് മാറ്റിയാലേ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് കൂടും. പിന്നെ അതുപോലെ ഈ ഗ്യാസ് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാര്യം അതെല്ലാം നല്ല ചൂടായിട്ടിരിക്കുകയായിരിക്കും. പിന്നെ ഞാനത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും എൻ്റെ കൈയൊക്കെ പൊള്ളും കേട്ടോ, നല്ലതുപോലെ പൊള്ളാറുണ്ട്. അങ്ങനെ അവിടെ അത്യാവശ്യം ക്ലീനൊക്കെ ചെയ്ത് പാത്രമൊക്കെ അപ്പം തന്നെ ഞാൻ കഴുകി മാറ്റി. പിന്നെ പാത്രം കഴുകുന്നത് ഇവിടെ അല്ല, അപ്പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട്, അവിടെ ആ പാത്രം കഴുകുന്നത്. ഇവിടെ വെള്ളം ഇച്ചിരി ആയിട്ടേ വരുള്ളൂ. അങ്ങനെ അതും കഴിഞ്ഞു. പക്ഷെ ചോറായില്ല, ബാക്കിയൊക്കെ ആയി. കാണണ്ടേ, വേണ്ടേ. പയർ തോരനാ ഉദ്ദേശിച്ച്, അത് മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. സാരമില്ല, നമ്മളല്ലേ കഴിക്കും. പിന്നെ സോയ പൊരിച്ച് വെച്ചിട്ടുണ്ട്, സോയ ചങ്ക്സ്. പിന്നെ നല്ല സൂപ്പർ കക്കാക്കറി. ചോറും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ചോറായില്ല, ആവുന്നത്. ഒരു 10-20 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചപ്പോഴത്തേക്ക് ചോറായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ ആയി, അത് നോട്ടി വെച്ചു. പിന്നെ ഇനി കഴിക്കണം, നല്ല വിശപ്പുണ്ട്. നല്ല സമയം ലേറ്റായിട്ടോ, എങ്ങനെ പോലും 2:30 ആയി കാണും. ഇനി അപ്പം 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലുമോളം വരും. 3:30 ആവും വിളിക്കാൻ. 3 മണിക്ക് അവിടെ സ്കൂൾ വിടും. അങ്ങനെ താണ്ടേ നല്ല സൂപ്പർ ചോറും സോയ ഫ്രൈയും നല്ല പയറും തോരനോ മെഴുക്കുവരട്ടിയോ നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് വിളിക്കാം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ പറയാൻ കാര്യം വരുന്നില്ല, മമ്മി വന്ന് ചോറ് കഴിച്ചായിരുന്നു വൈകിട്ട്. അപ്പം മമ്മി പറഞ്ഞു നല്ല രസമുണ്ട്, പക്ഷേ കക്കാക്കറിയിൽ ഇച്ചിരി പുളി കൂടിപ്പോയെന്ന് പറഞ്ഞു. പക്ഷേ മെഴുക്കുവരട്ടി തോരൻ നല്ല ടേസ്റ്റായിരുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ചോറൊക്കെ ഞങ്ങൾ കഴിച്ചു. അപ്പം നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.